നിയമമുണ്ട്, പക്ഷേ നീതിയില്ല. ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ പുറത്തു നിർത്തി മാനേജ്മെന്റ്. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിൽ നിന്നുള്ള സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദ്യാലയങ്ങളിലെ വസ്ത്രധാരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും തെരുവിലേക്ക് നീങ്ങുകയാണ്. നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിൽ ചുരിദാർ ധരിച്ച് സ്കൂളിലേക്ക് വന്ന പ്രധാന അധ്യാപിക സിന്ധു എസ് നായരെയാണ് സ്കൂളിൽ കയറ്റരുതെന്ന് മാനേജ്മെന്റ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. വർഷങ്ങളായി നിലനിന്നിരുന്ന സാരി എന്ന വസ്ത്രരീതിയിൽ നിന്നും മാറി ജോലി ചെയ്യാൻ കൂടുതൽ സൗകര്യപ്രദമായ ചുരിദാർ ധരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു അധ്യാപികയുടെ ആവശ്യം. എന്നാൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ കർക്കശമായ നിലപാട് ഈ അധ്യാപികയ്ക്ക് സ്കൂളിന് പുറത്തു നിൽക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചു. നിയമപരമായി അധ്യാപികമാർക്ക് ചുരിദാർ ധരിക്കാൻ തടസ്സമില്ലെന്ന സർക്കാർ ഉത്തരവുകൾ നിലനിൽക്കെയാണ് സ്കൂൾ അധികൃതരുടെ ഈ നടപടി എന്നത് ശ്രദ്ധേയമാണ്. തന്റെ അവകാശത്തിനായി സ്കൂൾ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹമിരുന്ന പ്രധാന അധ്യാപികയ്ക്ക് പിന്തുണയുമായി വിവിധ അധ്യാപക സംഘടനകളും സാമൂഹിക പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. വസ്ത്രം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും അധ്യാപനത്തിന് തടസ്സമാകാത്ത ഏതും മാന്യമായ വസ്ത്രവും ധരിക്കാൻ അനുവാദമുണ്ടെന്നുമുള്ള വാദമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. സംഭവം വിവാദമായതോടെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും മാനേജ്മെന്റുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. കേരളം പോലെ പുരോഗമനപരമായ ഒരു സമൂഹത്തിൽ വസ്ത്രത്തിന്റെ പേരിൽ ഒരു അധ്യാപികയ്ക്ക് വിവേചനം നേരിടേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും ചില മാനേജ്മെന്റുകളുടെ പിടിവാശി ഇത്തരം പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നു. സമരത്തിനൊടുവിൽ അധ്യാപികയുടെ നിലപാട് അംഗീകരിക്കപ്പെടുമോ അതോ പഴയ രീതിയിൽ തന്നെ തുടരുമോ എന്ന ആകാംക്ഷയിലാണ് വിദ്യാഭ്യാസ രംഗം. വസ്ത്രധാരണത്തിലെ ഈ മാറ്റം വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല.